പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകി ബലൂച്ച് വിമതരുടെ അപ്രതീക്ഷിത ആക്രമണം. ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാന്റെ തീരദേശ സേനയ്ക്ക് നേരെ കടലിൽ വെച്ച് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ BLA സായുധ ആക്രമണം. ഗ്വാദറിനടുത്തുള്ള ജീവാനിയിലെ തീരപ്രദേശത്ത് നടന്ന ഈ ആക്രമണത്തിൽ 3 കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി BLA അവകാശപ്പെട്ടു. ANI നൽകുന്ന വിവരമനുസരിച്ച് നായിക് അഫ്സൽ, ഷിബായ് ജമീൽ, ഷിബായ് ഉമർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അറബിക്കടലിൽ പാകിസ്ഥാൻ ഇറാൻ സമുദ്രാതിർത്തിക്ക് സമീപം പെട്രോളിംഗ് നടത്തുകയായിരുന്ന പാക് തീരദേശ സേനയുടെ കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ മിൽ തിയാബ് എന്ന പ്രദേശത്ത് പതിവ് പെട്രോളിംഗിനിടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്പീഡ് ബോട്ടിലെത്തിയ സായുധധാരികളായിട്ടുള്ള വിമതർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിയുതിർക്കുന്നതിന്റെ വീഡിയോ BLA മീഡിയ വിംഗ് ആയിട്ടുള്ള ഹക്കൽ പുറത്തുവിട്ടിട്ടുണ്ട്. കാലങ്ങളായി കരയിലെ പോരാട്ടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA തങ്ങളുടെ പോരാട്ടം കടലിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തങ്ങളുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കുന്നതിനായിട്ട് ഹമ്മാൽ മാരിടൈം ഡിഫൻസ് ഫോഴ്സ് HMDF എന്ന പേരിൽ തങ്ങളുടെ ഔദ്യോഗിക നാവിക വിഭാഗം രൂപീകരിച്ചതായും ഇതിനെ തങ്ങളുടെ ദേശീയ നാവികസേനയായാണ് കണക്കാക്കുന്നതായിട്ടും BLA പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കടൽ മാർഗമുള്ള ബലൂച്ച് വിഭവങ്ങളുടെ കൊള്ളയടിക്കൽ തടയുക എന്നതാണ് ഇതിലെ പ്രധാന ഉദ്ദേശം. അത് മാത്രമല്ല, ശത്രുവിന് എല്ലാ രംഗത്തും കനത്ത നഷ്ടങ്ങൾ വരുത്തുക എന്നതുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് BLA വക്താവ് ജിയാന്ത് ബലൂച്ച് വ്യക്തമാക്കി. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന് പറയുന്ന ഒരു ഇടനാഴിയുണ്ട്, CPEC. ഈ ഒരു ഇടനാഴിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സുപ്രധാന തുറമുഖമാണ് ഗ്വാദർ. അപ്പോൾ ആ ഗ്വാദറിന് സമീപമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ബലൂചിസ്ഥാനിലെ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള BLA തന്ത്രപരമായിട്ടുള്ള വലിയൊരു മാറ്റമായിട്ടാണ് പാകിസ്ഥാൻ നിരീക്ഷകർ ഈ സംഭവത്തെ വിലയിരുത്തുന്നത്. ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ അധികൃതർ തീരദേശ നിരീക്ഷണം ശക്തമാക്കുകയും സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ബലൂചിസ്ഥാനിലെ സായുധ പോരാട്ടം കടൽ മാർഗത്തിലേക്ക് കൂടി കടക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് ഈ സംഭവം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.